ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഇനിയെങ്കിലും നിനക്ക് സത്യം പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞ സത്യ. ഞാൻ ഷാനോ സുലൈമാൻ. വേണ്ട. ഇനി തല്ലി ഇവൻ ചത്തു. ചാവട്ടെ സാറേ, ജീവനൊക്കെ ചാവുന്നത് തന്നെയാ നല്ലത്. കൊല്ലാമായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ചത്തവനാരാണെന്ന് നമുക്കറിയണ്ടേ? പക്ഷേ നീ നേര് പറഞ്ഞില്ലെങ്കിൽ ഈ ക്ഷമ അധികം ഉണ്ടാവില്ല. കൊന്നുകളയും നിന്നെ ഞാൻ. ഇവിടെ കിടക്കട്ടവൻ. അതെ, പച്ചവെള്ളം കൊടുത്തു പോരുത്. വാടോ. എന്താടി മുത്തശ്ശി? അവര് പറഞ്ഞൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ല. എന്താ? ആദ്യം പൂജ്യം പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ലെന്ന്. അവര് പോയതേ ആ കടപ്പുറംകാരൻ ചെക്കനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനാണെന്ന് പറഞ്ഞതാണോ നിനക്ക് വിശ്വസിക്കാൻ പറ്റാതെ പോയത്? അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും. മനസ്സിലായില്ല? ഇതിപ്പോ മനസ്സിലാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരോടുള്ള സ്നേഹത്തിന്റെ അന്ധത ഒന്ന് മാറ്റിവെച്ച് മുത്തശ്ശി നേരെ ചൊവ്വേ കാര്യങ്ങളൊന്നും നോക്കിക്കണ്ട, എല്ലാം മനസ്സിലാവും. മുത്തശ്ശി എന്താ വിചാരിച്ചത്? കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ലെന്നോ? അവരെ ന്യായീകരിച്ചും രാത്രി പകലാക്കിയും മുത്തശ്ശി ഇങ്ങനെ എത്ര കാലം ഈ കഥ കൊണ്ട് നടക്കും? ഈ ജന്മം മുഴുവനോ? അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ആദിയുടെ ഭാവി അവതാളത്തിലാവും. നീ എന്താ എന്റെ കുഞ്ഞിനെ ശപിക്കുക? അല്ല, അവൻ ശപിക്കപ്പെട്ടവനാകരുതെന്ന് ഓർമ്മിപ്പിച്ചതാ. ആ കുഞ്ഞ് അവന്റേതാണോന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. അവനെ അങ്ങനെ പറഞ്ഞ് അവൾ വിശ്വസിപ്പിച്ചതാണെങ്കിലോ? അവള് പറഞ്ഞതിനപ്പുറം നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. അനാവശ്യം പറയുന്നോടി. അവള് പറഞ്ഞതിനപ്പുറം എന്ത് തെളിവാടി നിനക്ക് വേണ്ടത്? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ദത്തനാണെന്ന് നീ പറഞ്ഞതല്ലേ അവന്റെ തെളിവ്? അവൻ മാത്രമല്ല, ഞങ്ങളും അത് വിശ്വസിച്ചത് നീ പറഞ്ഞത് കേട്ട് മാത്രമല്ലേ? അല്ലേടി? പിന്നെന്താ പൂജയുടെ കാര്യത്തിൽ മാത്രം ഒരു വകഭേദം? അവള് വന്നു കയറിയവളും നീ വീട്ടുകാരി ആയതുകൊണ്ടാണ്. എന്നാലേ ചെമ്പകശ്ശേരിയിലെ ആ വേറ് കൃത്യം വേണ്ട. എനിക്ക് കൊച്ചുമകളും കൊച്ചു മരുമകളും ഒരുപോലെയാ. എന്തിന്റെ പേരിലാണെങ്കിലും ആ കുട്ടിയെ ഒറ്റപ്പെടുത്താനും അതിന്റെ കണ്ണീരി വീട്ടിൽ വീഴ്ത്താനും ഞാൻ സമ്മതിക്കില്ല. നാളെ അവള് നിന്നോട് മോശമായിട്ട് പെരുമാറിയാലും എന്റെ പ്രതികരണം ഇതൊക്കെ തന്നെയായിരിക്കും. ഏഷണിയും കുഴുത്തുരുമ്പും ഇല്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാമെങ്കിൽ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി. അല്ലാത്തവർക്ക് ഇപ്പം ഈ നിമിഷം ഇവിടം വിട്ട് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം.